അമ്മ, ഞാനൊരു ആഗ്രഹം പറയട്ടെ. എനിക്ക് അമ്മയുടെ തെരണ്ടി ഫിഷ് കറി ഇല്ലേ, തെരണ്ടി എന്നല്ലേ അമ്മ പറയുന്ന, ആ അത് കഴിക്കാൻ ഭയങ്കര കൊതി. ഞാനിവിടെ എപ്പോൾ മാർക്കറ്റിൽ പോകുമ്പോൾ കാണുമ്പോഴെല്ലാം ഓർക്കും ചക്കുന് ഇഷ്ടമില്ലാത്ത കാരണം മേടിക്കലില്ല, ഒറ്റയ്ക്ക് ഉണ്ടായി കഴിക്കാൻ വയ്യാത്തതുകൊണ്ട്. ഏതാണെന്നറിയോ, മറ്റേ വറുത്തരച്ച് വെക്കുന്ന അതൊക്കെ ഉണ്ടാക്കി തരുമോ? ഇന്ന് വൈകിട്ട് ഞാൻ പോയി വാങ്ങിക്കൊണ്ടുവന്നാ ഉണ്ടാക്കി തരുമോ? കൊതിയാവാ എനിക്ക്. വറുത്തരച്ചിട്ട് യെസ്, ഓക്കെ സെറ്റ്. അത് കഴിഞ്ഞിട്ട് വേറൊരു ദിവസം കണവയും കൂടെ ട്രൈ ചെയ്യണേ നമുക്ക്, സ്ക്വിഡ്. ഓക്കെ. കുറെ നാളായി ഞാൻ കഴിച്ചിട്ട്. കക്ക കഴിച്ചു, പ്രഗ്നന്റ് ആയതിനു ശേഷം കക്ക കഴിച്ചു, മിക്ക ഫിഷും കഴിച്ചു. പക്ഷെ തെരണ്ടിയും കഴിച്ചില്ല, കണവയും കഴിച്ചില്ല. തെരണ്ടി അല്ല കേട്ടോ ഗൈസ്, തിരണ്ടി എന്നാണ് പറയല്. ഈ അമ്മ പറഞ്ഞു ഞാൻ തെരണ്ടി എന്നാണ് വിചാരിച്ചു വെച്ചിരുന്നത്. പിന്നെ തെരച്ചി എന്നൊക്കെ ചിലടത്ത് പറയലുണ്ടെന്ന് തോന്നുന്നു. ആദ്യം വളരെ നാച്ചുറലായിട്ടൊരു വീഡിയോ എടുത്തതായിരുന്നു. അപ്പോൾ അതിനകത്ത് ഹെയർ സ്റ്റൈൽ ശരിയായില്ല എന്നും പറഞ്ഞ് അമ്മ എന്നെ കൊണ്ട് വീണ്ടും എടുപ്പിച്ചതാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ട വീഡിയോ. അതുകൊണ്ട് നല്ല ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനും ചക്കും കൂടെ രാത്രി എന്തായാലും കിട്ടുമോ തെരണ്ടി, വീണ്ടും തെരണ്ടി എന്ന് പറയില്ല, അങ്ങനെ തിരണ്ടി കിട്ടുമോ എന്നറിയാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയേക്കാണ്. ഞാൻ എൻ്റെ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുള്ള കണക്ക് ഇവിടെ രാത്രിയാണ് മാർക്കറ്റ് ഉണ്ടാവുക, ഒരുപാട് മീൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ പോവാണ്, മിക്ക ടൈം പോകുമ്പോഴെല്ലാം അവിടെ ഇരിക്കുന്നതാണ്. നമ്മൾ ആവശ്യമായിട്ട് ഒരു സാധനം മേടിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല. അപ്പോൾ നോക്കി പോവാണ്. നമുക്ക് പരിചയമുള്ള കുറേ മീൻകാരൊക്കെ ഉണ്ട് കേട്ടോ. അവർക്ക് ചില സമയത്ത് ഒരു പിണങ്ങലുണ്ട്, നമ്മൾ അവരുടെ നിന്ന് മേടിക്കാതെ വേറെ ആളുടെ നിന്ന് മേടിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ ഏതാണ്ട് വലിയ കൊഞ്ച് ചെമ്മീൻ ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീനെ. പിന്നെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവരെല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ഒക്കെ എടുത്ത് പുറകെ വരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ആ ചേച്ചി ചിരിക്കുകയാണ്. ഇപ്പോൾ വോയിസ് ഓവർ കൊടുത്തപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചു, ഞാനിതെന്താ സേതുരാമയ്യർ CBI പോലെ ബാക്കിലൊക്കെ കൈ കെട്ടി ഒരു വില്ലത്തികളെ പോലെ നടക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം എനിക്കിപ്പോൾ വയറുള്ള കാരണം നടക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറൊരു ചേച്ചി ഒരു ആൻറ്റീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ അത്യാവശ്യം കുറേ ടൈപ്പ് മീനുണ്ടായിരുന്നു. നോക്കി വന്നപ്പോൾ ദാണ്ടിരിക്കുന്ന നമ്മളുടെ ഐറ്റം തിരണ്ടി ഇവിടെ ഉണ്ട് കേട്ടോ. സാധനം ഈ ആൻറ്റിയുടെ കയ്യിലുണ്ടായിരുന്നു. ഇങ്ങനെ പീസ് വലിയ തിരണ്ടി ഇങ്ങനെ കട്ട് ചെയ്ത് പീസാക്കി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ചോദിച്ച് എനിക്ക് താഴെ നിന്നൊക്കെ ഒരെണ്ണം എടുത്ത് തന്നു കേട്ടോ. അത് കുറച്ചുകൂടി ഫ്രഷാണ്, ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് നല്ലതേ തരുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് ആ ആൻറ്റി തന്നത്. പിന്നെ വേറെ ചെറിയ തിരണ്ടി ഉണ്ടായിരുന്നു, പക്ഷെ അതിനകത്ത് ഒട്ടും ഫ്ലഷ് കാണില്ല. അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഒന്നും ഉണ്ടാവില്ല. അമ്മ പ്രത്യേകം പറഞ്ഞു വിട്ടായിരുന്നു ചെറുത് മേടിക്കല്ലേ, അതിനകത്തൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ വലിയ പീസ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഫ്ലഷ് കിട്ടും കേട്ടോ. പിന്നെയും കുറേ ടൈപ്പ് മീനൊക്കെ ഉണ്ട്. എനിക്ക് ഈ മീൻ മേടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ എനിക്കറിയില്ല എന്താ അങ്ങനെയാണ്. ഞാനിങ്ങനെ പോവും, കുറേ മീൻ നോക്കി ഇഷ്ടപ്പെട്ട മീൻ മേടിക്കും. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എനിക്ക് പ്രത്യേകം താഴെ നിന്നൊക്കെ എടുത്ത് തന്ന തരണ്ടി ആ ചേച്ചി പൊതിഞ്ഞെടുക്കുകയാണ് കേട്ടോ. എന്നാൽ അത് മേടിച്ച് തിരിച്ച് വീട്ടിൽ പോകാൻ തന്നെ, എന്നാലും എനിക്ക് ബാക്കി അവിടെ ഇരിക്കുന്ന ഫുള്ള് മീൻ കാണണം. ഇതിന് ചക്കുവിനെ നല്ല വഴക്കുറയിലുണ്ട്. നമുക്ക് കിട്ടിയല്ലോ, ഇനി പോകാമല്ലോ, പോരാ. പിന്നെ കണവ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോയിൽ പറഞ്ഞ കണക്ക് എനിക്ക് കണവ കഴിക്കാനും കൊതിയുണ്ട്, കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞേ. അപ്പം ഈ ചക്കു കഴിക്കാത്ത മീനാണ് ഇതൊക്കെ. തിരണ്ടി കഴിക്കില്ല, കണവ കഴിക്കില്ല, എന്താ ചക്കു അങ്ങനെ എനിക്കറിയില്ല. ഇതൊന്നും ചക്കു കഴിക്കില്ല കേട്ടോ, ആൻ്റെമ്മയും കഴിക്കില്ല. അപ്പോൾ ഷീജാമ്മ വന്നപ്പോൾ എന്നാൽ പിന്നെ ഉണ്ടാക്കി തരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിയേക്കാം. പിന്നെ വേറൊരു ആൻറ്റിയുടെ കയ്യിൽ ഈ തിരണ്ടിയുടെ വേറൊരു ടൈപ്പ് ഉണ്ടായിരുന്നു, നമ്മൾ കാണുന്ന പോലെയല്ല. അപ്പോൾ എനിക്കത് കണ്ടിട്ട് അങ്ങോട്ട് ഒരു ഫ്രഷായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് ഞാനത് മേടിച്ചില്ല കേട്ടോ. പിന്നെ കുറച്ച് കണവയും കൂടെ മേടിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു. ഞാൻ അത് മേടിക്കാനായിട്ട് പ്രത്യേകം ഇറങ്ങണ്ടല്ലോ. അങ്ങനെ അവിടെ എല്ലാം കറങ്ങി നടന്ന് വേറൊന്നും വേണ്ടാന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് ഞങ്ങൾ തിരിച്ച് വരണം. അപ്പോൾ ഇവിടെ പുതുതായിട്ടൊരു ബേക്കറി സ്റ്റാർട്ട് ചെയ്തായിരുന്നേ. അപ്പം അവിടെ ഓറഞ്ച് ലഡു ഉണ്ടാവുമെന്ന് പറഞ്ഞ് കയറിയത്. പക്ഷെ ലഡുവും ജിലേബിയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കിപ്പം സ്വീറ്റ് ക്രേവിങ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പെട്ടെന്ന് ഓറഞ്ച് ലഡു കഴിക്കണം എന്ന് തോന്നി കയറിയതാണ് കേട്ടോ. പിന്നെ ഞാനൊരു വാനില കേക്ക് മേടിച്ചു. പിന്നെ എന്തോ ഒന്ന് കുറയ്ക്കാനോടെ മേടിച്ചു, മറന്നു പോയിട്ടോ. അത് മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ലഡുവും ജിലേബിയും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പഫ്സിലുള്ളത് തണുത്ത് പോയിട്ടുണ്ടായിരുന്നു. അത് കാരണം അത് മാത്രമേ മേടിച്ചുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോയി. കിട്ടി. ഓക്കെ, എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ. പീസല്ല, വലുത് അവര് മുറിച്ച് തന്നതാ. അവര് പറഞ്ഞു ഫ്രഷ് ആണ്, മോള് കൊണ്ടുവന്നു. ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കിയമ്മ, ആണല്ലേ. കൊള്ളാമോ? ഫ്ലഷ് ഉണ്ടാ?
ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അമ്മ? ഇതാണ് നമ്മുടെ തിരണ്ടി അല്ലേ? ഫ്രഷ് ആയിരുന്നു അല്ലേ അമ്മ? ഓക്കെ, ഇത് നമ്മൾ കറി വെക്കാനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്യാനും മാറ്റി മസാലയൊക്കെ പുരട്ടി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മത്തി ഉണ്ടല്ലേ ഇതിനകത്ത്? ഓക്കെ, പിന്നെ ഇത് തേങ്ങ വറുക്കാൻ, പിന്നെ ഇതൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പം നമുക്ക് റെസിപ്പി നോക്കാം, കുക്കിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മൾ വറുത്തരച്ചിട്ടുള്ള കറി ആക്കണം, അതാണല്ലോ എനിക്കിഷ്ടം. അതിനുള്ള തേങ്ങ വറുക്കുവാണ്. തേങ്ങയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ട് തേങ്ങ വറുക്കും. ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് ചക്ക തിരണ്ടി കഴിക്കില്ല, ചക്കനാണ് മതി. ഇതിനകത്ത് മുളക് പൊടി 2 സ്പൂൺ ഓക്കെ. അറിയല്ലേ? കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇനി ഇതൂടെ ഒരു മസാലയുടെ മണമൊക്കെ മാറണം അല്ലേ? നമ്മൾ കറി ഉണ്ടാക്കുന്നുണ്ട്. ഇഞ്ചി എണ്ണ ഒഴിച്ചു. പറഞ്ഞമ്മ. ഇഞ്ചി വെളുത്തുള്ളിയുടെ അരിഞ്ഞത് ഇടാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമുളക് മാറിയപ്പം ചെറിയ ഉള്ളി, മോൾക്ക് ഇഷ്ടമായതുകൊണ്ടേ കണ്ട ഈ മണമുള്ള മുളക് ഭയങ്കര ഇഷ്ടമാണ്. കുഴപ്പമില്ല. കറിവേപ്പില എല്ലാം കൂടി വാടത്തരും. ഇത് വാടും. ഇതെല്ലാം ഒന്ന് വഴണ്ടി വന്നല്ലേ അമ്മ? അല്ല, ഞാൻ കുറച്ച് മുളക് പൊടി അത് ചേർക്കുന്നത്. കുറച്ച് നമ്മൾ അരച്ച് വെച്ചിട്ടില്ല. വാഷ് ചെയ്ത് വെച്ചേക്കുന്ന ഫിഷ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. എണ്ണ തെളിയാനായിട്ട് നമ്മൾ ചെറിയ ഗ്യാസിലേക്ക് വെച്ചിരിക്കാം. നമുക്ക് കടുക് ഒഴിക്കാം. റെഡി, ഒഴിക്കാം. Good.